ആരാധനയിലെ വേദഘോഷണം സുറിയാനി സഭകളിൽ. ഫാദർ ഡോക്ടർ മാത്യു വർഗീസ്, ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി, കോട്ടയം. വിശുദ്ധ സഭയുടെ ആരാധന അതിൻ്റെ ഉത്ഭവം മുതൽ വേദപുസ്തക ഘോഷണവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമത്തിലെ രക്ഷാസംഭവങ്ങൾ മുന്നറിയിച്ച പഴയ നിയമവും ആദിമസഭയുടെ വായനകളിൽ ഉണ്ടായിരുന്നു. പുതിയ നിയമ കാനോൻ രൂപപ്പെടുന്നതിന് മുമ്പേ ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരും ആദിമ ശിഷ്യന്മാരും ക്രിസ്തുവിൻ്റെ രക്ഷണീയ സംഭവങ്ങൾ പ്രസംഗിക്കുക മാത്രമല്ല, മറിച്ച് യഹൂദ പാരമ്പര്യത്തിലെ ജ്ഞാനബന്ധിതമായ നിധികൾ ഉപയോഗിച്ച് ക്രിസ്തു സംഭവങ്ങളെ വ്യാഖ്യാനിക്കുകയും പ്രവചന പൂർത്തീകരണമെന്ന് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ആരാധനയുടെ പശ്ചാത്തലത്തിലുണ്ടായിരുന്ന വേദവായനകളും വ്യാഖ്യാനങ്ങളും ക്രമേണ ആരാധനയുടെ ഭാഗമായി തീർന്നു. അതുകൊണ്ട് ക്രിസ്തീയ സഭയിൽ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ദൈവവചനം എല്ലാ ആരാധനകളുടെയും സർവപ്രധാനമായ ഭാഗമായി മാറി. വേദപുസ്തകമില്ലാതെ ആരാധനയില്ല എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. സുറിയാനി പാരമ്പര്യമുള്ള സഭകളിലെ ആരാധനകളിലുള്ള വേദപുസ്തക ഘോഷണവും ബന്ധവുമാണ് ഈ പഠനം ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റെല്ലാ സഭകളിലെയും പോലെ സുറിയാനി പാരമ്പര്യത്തിലെ ആരാധനകൾ വേദബന്ധിതവും വേദവായനകൾ കൊണ്ടും സങ്കീർത്തനാലാപനങ്ങൾ കൊണ്ടും സമ്പുഷ്ടവുമാണ്. ആലാപന ഗീതങ്ങളിൽ പോലും ഏറെ വേദപുസ്തക പ്രതിബിംബങ്ങളും ബിബ്ലിക്കൽ ഇമേജറീസ് സംഭവങ്ങളും അതിഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. സുറിയാനി ഭാഷാ പാരമ്പര്യം തന്നെ രണ്ടായി തിരിച്ചിരിക്കുന്നു. പൗരസ്ത്യ സുറിയാനി ഈസ്റ്റ് സിറിയക് എന്നും പാശ്ചാത്യ സുറിയാനി വെസ്റ്റ് സിറിയക് എന്നും പൗരസ്ത്യ സുറിയാനി കൽദായ നെസ്തോറിൻ എന്നും പാശ്ചാത്യ സുറിയാനി സെർത്തോ എന്നറിയപ്പെടുകയും ചെയ്യുന്നു. പൗരസ്ത്യ സുറിയാനി, പാശ്ചാത്യ സുറിയാനി എന്നിവ രണ്ട് വ്യത്യസ്ത ഭാഷകളല്ല, ഒരേ വാക്കുകളും ഒരേ വ്യാകരണവും ഉപയോഗിക്കുന്നു. എന്നാൽ വ്യത്യസ്ത ലിപികളും സ്വരങ്ങളും ഉച്ചാരണങ്ങളും പിന്തുടരുന്ന ഏക ഭാഷയാണ്. അതായത് ഒരു ഭാഷ തന്നെ വ്യത്യസ്ത രൂപത്തിൽ എഴുതുകയും ഉച്ചരിക്കുകയും ചെയ്യുന്നു. ഭാഷയുടെ വൈവിധ്യത്തിൽ തന്നെ രണ്ട് പാരമ്പര്യങ്ങൾ രൂപപ്പെട്ടു. അവ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമെന്നും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യമെന്നും അറിയപ്പെട്ടു. പൊതുവായി സുറിയാനി പാരമ്പര്യമെന്ന് വിളിക്കുന്നു. ആരാധനകളിലെ വേദപുസ്തക ഘോഷണത്തെ സംബന്ധിച്ച് ഈ രണ്ട് പാരമ്പര്യങ്ങൾക്കും വ്യത്യാസങ്ങൾ ഇല്ല. പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമവും പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമവും വേദപുസ്തകവുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. പേഷീത്ത. സുറിയാനി സഭകൾ വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന പരിഭാഷ പേഷീത്ത വേദപുസ്തകമാണ്. പേഷീത്ത എന്ന വാക്കിന് സാധാരണം എന്നാണ് അർത്ഥം. ആരാധനകളിൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനങ്ങളും വേദവായനകളും പേഷീത്ത പരിഭാഷയിൽ നിന്നുള്ളതാണ്. പേഷീത്ത വേദപുസ്തകത്തിൻ്റെ പഴയ നിയമം ഹീബ്രുവിൽ നിന്ന് സുറിയാനിയിലേക്ക് 1-ാം നൂറ്റാണ്ടിനും 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിനുമിടയിൽ പരിഭാഷപ്പെടുത്തിയതാണ്. പുതിയ നിയമം ഗ്രീക്കിൽ നിന്നുള്ള പരിഭാഷയാണ്. 5-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് പരിഭാഷ പൂർത്തീകരിക്കപ്പെട്ടത്. പേഷീത്ത വേദപുസ്തകത്തിലെ പഴയ നിയമത്തിന് 50 പുസ്തകങ്ങളും സാധാരണ നാം ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ നിന്ന് പുസ്തകങ്ങളുടെ ക്രമത്തിന് വ്യത്യാസവുമുണ്ട്. പഞ്ചഗ്രന്ഥങ്ങൾ, ഇയ്യോബ്, യോശുവ, ന്യായാധിപന്മാർ, 1-2 ശമൂവേൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തം, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, രൂത്ത്, ഉത്തമഗീതങ്ങൾ, എസ്തർ, എസ്ര, നെഹമ്യ, യെശയ്യാവ്, തുടർന്ന് 12 ചെറിയ പ്രവാചകന്മാർ, ഇരമ്യാവ്, വിലാപങ്ങൾ, യെഹെസ്കേൽ, ദാനിയേൽ, അതിനുശേഷം 10 ഇതര കാനോനിക ഗ്രന്ഥങ്ങൾ, തോബിത്ത്, യൂദിത്ത്, എസ്തർ പരിശിഷ്ടം, മഹാജ്ഞാനം, യേശുബാർ അസീറെ, യെരമ്യായുടെ ലേഖനം,
1-2 ബാറൂക്ക്, ദാനിയേൽ പരിശിഷ്ടം, 1-2 മക്കാബിയർ എന്ന ക്രമത്തിലാണ് ഇതിൽ പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പേഷീത്ത പുതിയ നിയമത്തിൽ 22 പുസ്തകങ്ങളാണുള്ളത്. 1-2 യോഹന്നാൻ്റെ ലേഖനം, 2 പത്രോസ്, യൂദ, വെളിപ്പാട് എന്നീ ഗ്രന്ഥങ്ങൾ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ആധുനിക പരിഭാഷകളിൽ ഈ പുസ്തകങ്ങളും ഉൾപ്പെടുത്തിയെങ്കിലും ആരാധനാ സന്ദർഭങ്ങളിലെ വേദവായനകളിൽ ഈ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ആരാധനകളിലെ വേദവായനകൾ. പൗരസ്ത്യ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിൽ വേദവായനകളുടെ തുടക്കം സങ്കീർത്തനാലാപനത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. 3 സങ്കീർത്തനങ്ങൾ ഇതിൽ ആലപിക്കുന്നു. ഇതിന് മർമീത്ത എന്ന് പറയുന്നു. സാധാരണ ദിനങ്ങളിൽ സങ്കീർത്തനം 15, 150, 117 എന്നിവയും സങ്കീർത്തനം 144, 145, 146 എന്നിവയും പെരുന്നാൾ ദിനങ്ങളിൽ മറ്റ് സങ്കീർത്തനങ്ങളും ആലപിക്കുന്നു. തുടർന്ന് പഴയ നിയമത്തിൽ നിന്ന് 2 വായനകൾ, 1 പ്രവാചക പുസ്തകങ്ങളിൽ നിന്നായിരിക്കും. തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ള വായനയാണ്. അടുത്തത് പൗലോസ് അപ്പോസ്തോലൻ്റെ ലേഖനങ്ങളിൽ നിന്ന് ശമ്മാശൻ വായിക്കുന്നു. തുടർന്ന് ഹല്ലേലൂയാകളുടെ അകമ്പടിയോടുകൂടി അതാത് ദിവസത്തെ വിശേഷമനുസരിച്ചുള്ള ഗീതം സുമോറോ ചൊല്ലുന്നു. തുടർന്ന് കാർമികൻ സുവിശേഷ ഭാഗം വായിക്കുന്നു. ഈ വായനകളെ സംബന്ധിച്ച് ആരാധനാ വ്യാഖ്യാതാക്കൾ വിശദീകരണം നൽകിയിട്ടുണ്ട്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ ഉറപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലുള്ള പഴയ നിയമ ഉദ്ധരണികൾ വായിക്കണം. എന്തെന്നാൽ അത് ക്രിസ്തുവിൻ്റെ ഇഹലോകവാസത്തെയും രക്ഷാചരിത്രത്തെയും അടിവരയിട്ടുറപ്പിക്കുന്നതും പഴയ നിയമത്തെ ചേർത്ത് പിടിക്കുന്നതും ആണ്. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ കുറേ കൂടി വിപുലമായ രീതിയിൽ വേദവായനകൾ ക്രമീകരിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ ആലാപനം പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. യാമനമസ്കാരങ്ങളിൽ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു. സന്ധ്യയുടെ പ്രാർത്ഥനയിൽ സാധാരണയായി 142, 143, 119, 105 മുതൽ 112 വരെയുള്ള വാക്യങ്ങൾ, 117 എന്നീ സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നു. ഞായറാഴ്ചയോ പെരുന്നാളുകളോ ആണെങ്കിൽ 51-ാം സങ്കീർത്തനവും ആലപിക്കുന്നു. സുത്താറ പ്രാർത്ഥനയിൽ 91, 121 സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നു. ശയനപ്രാർത്ഥനയിൽ 4-ാം സങ്കീർത്തനവും രാത്രി പ്രാർത്ഥനയിൽ പ്രാരംഭത്തിൽ 134, 119, 169 മുതൽ 176 വരെയുള്ള വാക്യങ്ങൾ, 117 എന്നിവയും തുടർന്ന് ലൂക്കോസ് 1, 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ, മറിയാമിൻ്റെ പാട്ട് ഓർ സങ്കീർത്തനം, 133, 148, 149, 150, 117 എന്നീ സങ്കീർത്തനങ്ങളും ചൊല്ലുന്നു. പ്രഭാത പ്രാർത്ഥനയിൽ സാധാരണയായി സങ്കീർത്തനം 51, 63, 113 എന്നിവയും ഞായറാഴ്ചകളിലും പെരുന്നാളുകളിലും ഇവ കൂടാതെ സങ്കീർത്തനം 19, ലൂക്കോസ് 1-ന്റെ 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ, യെശയ്യാവ് 42-ന്റെ 10 മുതൽ 13 വരെ, 45-ന്റെ 8, സങ്കീർത്തനം 148, 149, 150, 117, മത്തായി 5-ന്റെ 3 മുതൽ 12 എന്നീ ഭാഗങ്ങളും ചൊല്ലുന്നു. 51-ാം സങ്കീർത്തനത്തിന് ഈ പാരമ്പര്യത്തിൽ സവിശേഷ പ്രാധാന്യമുണ്ട്. വിശുദ്ധ കുർബാന, കൂദാശകൾ, മറ്റ് ശുശ്രൂഷകൾ തുടങ്ങി എല്ലാ ആരാധനകളിലും പ്രാരംഭത്തിൽ ഇത് ചൊല്ലുന്നു അനുതാപസൂചകമായി. 6, 32, 38, 51, 102, 129, 142 എന്നീ 7 സങ്കീർത്തനങ്ങൾ സന്യാസ ആശ്രമങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കത്തിനുമായി ചൊല്ലുന്നു.
മൂന്നാം മണി, മധ്യാഹ്നം, 9-ാം മണി എന്നീ യാമനമസ്കാരങ്ങളുടെ മുന്നോടിയായി ഈ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്ന രീതിയുമുണ്ട്. സങ്കീർത്തനങ്ങൾക്ക് മസ്മൂർ എന്നാണ് സുറിയാനിയിൽ അറിയപ്പെടുന്നത്. മസ്മൂർ എന്നതിന് കീർത്തനമെന്നും സമാർ എന്നതിന് പാടുക എന്നുമാണ് അർത്ഥം. ഇവ കൂടാതെ കുക്ലിയോനുകൾ എന്ന ഗീതങ്ങൾ എല്ലാ ശുശ്രൂഷകളിലും ആരാധനകളിലുമുണ്ട്. കുക്ലിയോൻ എന്നാൽ ചാക്രികമായത് എന്നാണ് അർത്ഥം. കുക്ലിയോനുകൾ സങ്കീർത്തനങ്ങൾ തന്നെയാണ്. സങ്കീർത്തനങ്ങൾ ഗീതമായി ഹല്ലേലൂയാകളുടെ അകമ്പടിയോടെ ചൊല്ലുന്നു. സന്ദർഭമനുസരിച്ച് വിവിധ സങ്കീർത്തനങ്ങൾ ഇതിൽ ആലപിക്കുന്നു. സുവിശേഷ വായനകൾക്ക് മുമ്പായി ആലപിക്കുന്നു. പെദ്ഗോമോയും വാക്യങ്ങൾ വേഴ്സസ് സങ്കീർത്തനങ്ങൾ തന്നെയാണ്. അവയും ഹല്ലേലൂയാകളോട് ചേർന്ന് ചൊല്ലുന്നു. അപ്രകാരം വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളിൽ മിക്കവാറും ആരാധനയിൽ ആലപിക്കുന്നു. പേർഷ്യത്ത വേദപുസ്തകത്തിൽ 151 സങ്കീർത്തനങ്ങളാണ് ഉള്ളത്. വേദവായനകൾ. ആരാധനയിൽ പഴയ നിയമ പുതിയ നിയമ വായനകൾ നടത്തുന്നു. അതാത് ദിവസത്തേക്കുള്ള ഭാഗങ്ങൾ ക്രമീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് വേദവായനക്കുറിപ്പ്, ലക്ഷണറി. അതിൽ ഞായറാഴ്ചകൾ, പെരുന്നാളുകൾ, വലിയ നോമ്പ്, 3 നോമ്പ് ദിനങ്ങൾ, കൂദാശകൾ, മറ്റു സന്ദർഭങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന വേദഭാഗങ്ങൾ രേഖപ്പെടുത്തുന്നു. പഴയ നിയമഭാഗങ്ങളിൽ ഉത്തരകാനോനിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനകളും ഉൾപ്പെട്ടിരിക്കുന്നു. സാധാരണയായി 3-ഉം അതിൽ കൂടുതലും പഴയ നിയമ വായനകൾ ഉണ്ട്. ചില ഞായറാഴ്ചകളിൽ 7-ഉം 8-ഉം പഴയ നിയമ വായനകൾ ഉണ്ട്. പഴയ നിയമഭാഗത്ത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും വായനയുണ്ടാകും. പ്രവാചക ഗ്രന്ഥങ്ങളിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നിർബന്ധമായും ഒരു ഭാഗം വായിച്ചിരിക്കും. തുടർന്ന് പുതിയ നിയമഭാഗത്തേക്ക് വായനകൾ തുടരുന്നു. പുതിയ നിയമത്തിൽ ആദ്യമായി അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നോ കാതോലിക ലേഖനങ്ങളിൽ നിന്നോ ഒരു ഭാഗം വായിക്കും. തുടർന്ന് പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നുള്ള ഭാഗം വായിക്കുന്നു. വായനയ്ക്ക് മുമ്പായി ഗലാത്യർ 1:8 ഗീതമായി പൗലോസ് ശ്ലീഹാ ധന്യൻ ചൊല്ലുന്നു. തുടർന്ന് സുവിശേഷ വായനയാണ്. പ്രധാന കാർമ്മികനാണ് ഇത് നിർവഹിക്കുന്നത്. സുവിശേഷ ഗ്രന്ഥവുമായി ഇതിനു മുമ്പായി ആഘോഷമായ പ്രദക്ഷിണം നടക്കുന്നു. ഇതിന് ചെറിയ പ്രവേശനം, ലിറ്റിൽ എൻട്രൻസ് എന്ന് പറയുന്നു. സമാധാന ആശംസകൾ വായനയ്ക്ക് മുമ്പായി നൽകുന്നു. തുടർന്ന് ഏത് സുവിശേഷത്തിൽ നിന്നുള്ള വായന എന്നത് ഉദ്ഘോഷിക്കുന്നു. വേദഭാഗം സാധാരണയായി പറയുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര കാലത്ത് സംഭവിച്ചതാണെന്ന് കാർമ്മികൻ പറയുന്നു. ജനം അത് വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്ന് പ്രതിവാക്യം ചൊല്ലുന്നു. സുവിശേഷ ഭാഗം വായിച്ച് വീണ്ടും സമാധാന ആശംസകളോടെ അവസാനിപ്പിക്കുന്നു. ഇതിന് ശേഷമായിരുന്നു വചന ശുശ്രൂഷ നിർവഹിച്ചിരുന്നത്. എന്നാൽ സൗകര്യത്തെ പ്രതി മറ്റൊരു ഭാഗത്ത് അത് നിർവഹിക്കുന്നു. വേദവായനകളിൽ സുവിശേഷ ഭാഗമാണ് അവസാനം വായിക്കുന്നത്. പഴയ നിയമവും ശ്ലീഹന്മാരുടെ ലേഖനങ്ങളും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് ചൂണ്ടുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. സുവിശേഷത്തിന് ഏവൻഗേലിയോൻ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുണ്ടായ സുറിയാനി പദമാണ് ഉപയോഗിക്കുന്നത്. ആരാധനയെ പൊതുവായി 2ആയി തിരിക്കാറുണ്ട്. അത് വചന ശുശ്രൂഷ, അപ്പത്തിൻ്റെ ശുശ്രൂഷ, ലിറ്റർജി ഓഫ് വേർഡ് ആൻഡ് ലിറ്റർജി ഓഫ് ബ്രെഡ്. അതിൽ വേദവായനകളും വ്യാഖ്യാനങ്ങളും ഉൾക്കൊള്ളുന്ന വചന ശുശ്രൂഷയാണ് ആദ്യം നിർവഹിക്കുന്നത്. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ എല്ലാ ശുശ്രൂഷകളിലും ആരാധനകളിലും കൂദാശകളിലും സുവിശേഷ വായന നിർബന്ധമായും നടത്തുന്നു. ചുരുങ്ങിയത് പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നും സുവിശേഷ ഭാഗവായനയും നടത്തുന്നു. വേദവായന കുറിപ്പുകൾ. ഇന്നത്തെ രീതിയിൽ വേദവായനകൾ തിരഞ്ഞെടുത്ത് വായിക്കുന്ന രീതി ആദിമസഭയിൽ ഉണ്ടായിരുന്നില്ല. വേദഗ്രന്ഥങ്ങൾ തുടർച്ചയായി വായിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. യഹൂദ സുനഗോഗുകളിൽ ഉണ്ടായിരുന്ന രീതി അതേപടി പിന്തുടരുകയായിരുന്നു.
ആദിമസഭ സുവിശേഷങ്ങളും ലേഖനങ്ങളും തുടർച്ചയായി വായിച്ചിരുന്നു. 4-ാം നൂറ്റാണ്ടിന് മുമ്പ് ഈസ്റ്റർ, പെന്തിക്കൊസ്തി എന്നീ പെരുന്നാളുകളിൽ മാത്രം അവയുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങൾ വായിച്ചിരുന്നു. മറ്റ് ഞായറാഴ്ചകളിൽ കാർമ്മികന് യഥേഷ്ടം വായനകൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അറിയപ്പെടുന്ന വേദവായനക്കുറിപ്പുകളിൽ ഏറ്റവും പുരാതനമായത് യെരുശലേമിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഗ്രീക്കിൽ എഴുതപ്പെട്ട ഈ വേദവായനക്കുറിപ്പ് ഇന്ന് അർമീനിയൻ ഭാഷയിലുള്ള തർജ്ജമയിലൂടെ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതിനാൽ അർമീനിയൻ വേദവായനക്കുറിപ്പ് എന്നിതറിയപ്പെടുന്നു. യെരുശലേമിലെ ഒന്നാമത്തെ ബിഷപ്പായ വിശുദ്ധ യാക്കോബിൻ്റെ പേരിൽ ഇതറിയപ്പെടുന്നു. വേദപുസ്തക ഭാഗങ്ങൾ കൂടാതെ വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും ജീവചരിത്രങ്ങൾ, സഭാപിതാക്കന്മാരുടെ ലേഖനങ്ങൾ എന്നിവ വായിക്കുവാൻ ഇതിൽ നിർദ്ദേശങ്ങളുണ്ട്. തുടർന്ന് സുറിയാനി പാരമ്പര്യത്തിലും വേദവായനക്കുറിപ്പുകൾ ഉണ്ടായി. സഭാവർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദവായനക്കുറിപ്പിൽ വായനകൾ ക്രമീകരിച്ചിരിക്കുന്നു. സഭാവർഷത്തിലെ ഓരോ കാലഘട്ടത്തിൻ്റെയും സന്ദേശമോ ആശയമോ അടങ്ങിയിരിക്കുന്നതുമായ സംഭവങ്ങളും വേദഭാഗങ്ങളുമാണ് വായിക്കുന്നത്. കർത്താവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 7 ആരാധനാ കാലഘട്ടങ്ങൾ ഒരു ആരാധനാ വർഷത്തിൽ ഉണ്ട്. അതിനനുസൃതമായി വേദവായനകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഉദാഹരണമായി, ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ആഗമനത്തെ പറ്റിയുള്ള പഴയ നിയമ പ്രവചനങ്ങളും സൂചനകളും, പുതിയ നിയമലേഖനത്തിൽ രേഖപ്പെടുത്തുന്ന ഭാഗങ്ങളും, സുവിശേഷത്തിൽ ക്രിസ്തു ജനനത്തെ പറ്റിയുള്ള വിവരണങ്ങളും വായിക്കുന്നു. ഉപസംഹാരം. യഹൂദ ആരാധനയിൽ നിന്നും ക്രൈസ്തവ ആരാധന സ്വീകരിച്ച ഘടകമാണ് തിരുവെഴുത്തുകളുടെ വായന. നസ്രത്തിലെ സുനഗോഗിൽ വെച്ച് യേശുക്രിസ്തു യെശയ്യാപ്രവചനം വായിച്ചത് ആരാധനയുടെ മധ്യേ ആയിരുന്നു. ലൂക്കോസ് 4-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സുനഗോഗുകളിലെ ആരാധനകളുടെ മാതൃകയിൽ ആദിമസഭയിലും വേദവായനകൾ ഉണ്ടായിരുന്നു. തുടർന്ന് സഭയുടെ വളർച്ചയിൽ ക്രമീകൃതമായ രീതിയിൽ വേദവായനകൾ ആരാധനകളുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമായി മാറി. ആദിമസഭയിൽ കയ്യെഴുത്ത് പ്രതികളായി നിലനിന്നിരുന്ന വേദഗ്രന്ഥങ്ങൾ സാധാരണ വിശ്വാസികൾക്ക് കേൾക്കുവാനുള്ള അവസരം കൂടിയായിരുന്നു വചന ശുശ്രൂഷ. സങ്കീർത്തനങ്ങളുടെ ആലാപനവും ആരാധനയുടെ പ്രധാന ഭാഗമായിരുന്നു. വേദപുസ്തക ഗ്രന്ഥങ്ങളുടെ ആധികാരികതയും വേദപുസ്തക കാനൂനും രൂപപ്പെടുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേദപാരായണം സഭാജീവിതത്തിൻ്റെ ജീവശ്വാസവും ആരാധനയുടെ ജീവനുമായിരുന്നു.